ഈ വർഷം ഞാൻ വായിച്ച പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന മൂന്നാമത്തെയും അവസാനത്തെയും വീഡിയോ ആണിത്. ഇതിനു മുമ്പ് ആദ്യത്തെ പാർട്ടിൽ ഫിക്ഷൻ, നോൺ ഫിക്ഷൻ പുസ്തകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ വീഡിയോയിൽ റൊമാൻസും സയൻസ് ഫിക്ഷൻ ജോണറിലോട് വരുന്ന പുസ്തകങ്ങളാണ്. കാണാത്തവർ കാണുക. ഈ വീഡിയോയിൽ ത്രില്ലേഴ്സ് ആണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. മൊത്തം 11 ത്രില്ലേഴ്സ് ഞാൻ വായിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരെണ്ണം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കാണിക്കാം. ആദ്യത്തെ പുസ്തകം ഡോക്ടർ രജത് ആറിന്റെ ഫ്രൈഡേ ഫോറൻസിക് ക്ലബ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകമായ ഒന്നാം ഫോറൻസിക് അധ്യായത്തിലെ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായിരുന്ന ഡോക്ടർ അരുൺ ബാലൻ IPS രണ്ടാം വരവാണ് ഈ പുസ്തകം. അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ സ്കിൽസ് ശക്തമായി പരീക്ഷിക്കപ്പെടുന്ന 3 കേസുകളാണ് പുസ്തകത്തിന്റെ പ്രമേയം. ഒരു മെഡിക്കൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്നും സയൻസ് ഫിക്ഷൻ എന്നും പറയാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ശിവൻ എടമനയുടെ ന്യൂറോ ഏരിയ. ഈ പുസ്തകത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് ഹോസ്പിറ്റലിലാണ് കഥ നടക്കുന്നത്. ഈ ഹോസ്പിറ്റലിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് രാഹുൽ ശിവശങ്കർ എന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ആക്സിഡന്റിൽ പെട്ട് ഹോസ്പിറ്റലിൽ ICUയിൽ അഡ്മിറ്റ് ആവുന്നു. പിന്നീട് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുന്നത് ഹോസ്പിറ്റലിലെ നിഗൂഢതകൾ നിറഞ്ഞ ന്യൂറോ ഏരിയ എന്ന് പറയുന്ന ഒരു റിസർച്ച് വിങ്ങിലേക്കാണ്. ആ ന്യൂറോ ഏരിയയുടെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ശരിക്കും രാഹുൽ ശിവശങ്കറിന് സംഭവിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ തേടിയാണ് ഈ പുസ്തകം സഞ്ചരിക്കുന്നത്. ലൈബ്രറി റാക്കിൽ കണ്ട് എടുത്ത് വായിച്ച ഒരു പുസ്തകമാണ് അനൂപിന്റെ അന്വേഷണ ചൊവ്വ. ഡ്രഗ് ട്രാഫിക്കിങ്ങും അതിനെ തുടർന്നുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെയാണ് പുസ്തകത്തിന്റെ തീമായിട്ട് വരുന്നത്. തുടക്കത്തിൽ 3 സുഹൃത്തുക്കൾ ഒരുമിച്ച് മദ്യപിക്കുന്നതും അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെയാണ് തുടക്കത്തിൽ കാണുന്നത്. അവിടേക്ക് ഭക്ഷണ സാധനങ്ങളുമായി എത്തുന്ന ഡെലിവറി ലേഡിയോട് അതിലൊരാൾക്ക് തോന്നുന്ന താല്പര്യവും പിന്നെ അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നതും അങ്ങനെ വളരെ സാധാരണ രീതിയിലാണ് കഥ തുടങ്ങുന്നത്. പിന്നീട് വളരെ സങ്കീർണമായ തലങ്ങളിലോട്ട് പുസ്തകം സഞ്ചരിക്കുന്നുണ്ട്. ലൈബ്രറിയിൽ കണ്ടെടുത്ത മറ്റൊരു പുസ്തകമാണ് മെഹനൂഫ് ഷാ എഴുതിയ നമ്പ്യാർ വില്ലയിലെ പാതിരാ കൊലപാതകം. ഒരു വില്ലയിൽ നടക്കുന്ന 2 കൊലപാതകങ്ങളും അതിനെ ചുറ്റി ഉണ്ടാകുന്ന അന്വേഷണങ്ങളും അതിൽ നിന്ന് കണ്ടെടുക്കപ്പെടുന്ന സത്യങ്ങളും ഒക്കെയാണ് പുസ്തകത്തിന്റെ ഇതിവൃത്തം. അടുത്ത പുസ്തകം KR മീരയുടെ ഘാതകൻ. വളരെ വലിയൊരു പുസ്തകമാണ്. 672 പേജുകളുള്ള ഒരു പുസ്തകമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. പക്ഷെ വായിച്ചു തീർക്കാൻ അത്യാവശ്യം നല്ല ലാഗുള്ള പുസ്തകമാണ്. ഒരുപാട് വലിച്ചു നീട്ടി എഴുതിയിരിക്കുന്നതായിട്ടാണ് നറേഷന്റെ കാര്യത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത്. പക്ഷെ വളരെ ത്രില്ലിംഗ് ആണ്. ക്ലൈമാക്സിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉള്ളൊരു എൻഡിങ്ങിൽ കൊണ്ടു നിർത്തുന്ന പുസ്തകമാണ്. പ്രതീക്ഷകൾക്കൊത്ത് ഉയരാത്ത വായനാനുഭവം സമ്മാനിച്ച പുസ്തകമാണ് GR ഇന്ദുഗോപന്റെ ഡിറ്റക്റ്റീവ് പ്രഭാകരൻ. ഡിറ്റക്റ്റീവ് പ്രഭാകരൻ നായകനായി വരുന്ന 3 കഥകളുടെ സമാഹാരമാണ്. ആദ്യത്തേത് ഒരു ഹൊറർ മിസ്റ്ററി ടച്ചൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ്. അതിനുശേഷമുള്ളത് പ്യുവർ ക്രൈം ത്രില്ലേഴ്സ് ആണ്. ഈ 3ലും എൻഗേജിംഗ് ആണ്. അതുപോലെ ആ ഒരു മിസ്റ്ററി എലമെന്റ് ഒക്കെ നല്ല ശക്തമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ പിടിച്ചിരുത്തുന്ന ഒരു നറേഷനായിട്ട് എനിക്ക് അനുഭവപ്പെട്ടില്ല. അടുത്തത് ആസിഫിന്റെ പരകായം. തന്റെ ഭാര്യയുടെ കൊലപാതകത്തിലെ കുറ്റാരോപിതനായി ജയിലിൽ കഴിയേണ്ടി വരുന്ന ദർശൻ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന അന്വേഷണമാണ് പുസ്തകത്തിന്റെ ഇതിവൃത്തം. അതിനു വേണ്ടിയിട്ട് പോലീസുകാരാൽ കണ്ടെത്താൻ കഴിയാത്ത ഒരു സൈക്കോപാത്താണ്, ഒരു സീരിയൽ കില്ലറാണ് അയാളെന്ന് മനസ്സിലാക്കുകയും അയാളുടെ വ്യക്തിത്വത്തിലേക്കും അയാളുടെ ചിന്തകളിലേക്കും ദർശൻ നടത്തുന്ന ഒരു പരകായ പ്രവേശമാണ് പുസ്തകത്തെ ശരിക്കും എൻഗേജിംഗ് ആക്കുന്നത്. ഇനിയുള്ള 4 പുസ്തകങ്ങളും ഡോക്ടർ നിഖിലേഷ് മേനോൻ എഴുതിയതാണ്. ആദ്യത്തേത് നിഖിലേഷ് മേനോന്റെ പ്രഥമ ദൃഷ്ട്യ. ഇതിൽ ഒരു ബസ് അപകടത്തെ തുടർന്ന് ഓർമ്മ നശിച്ച റിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു പ്രൈവറ്റ് ലക്ഷൂറിയസ് ഷെൽട്ടറിൽ എത്തിച്ചേരുന്നതും അവളുടെ ഭൂതകാലം തിരഞ്ഞ് ഷെൽട്ടറിന്റെ ഓണറായ അലക്സ് മോറിസ് നടത്തുന്ന യാത്രകളുമാണ് പുസ്തകത്തിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകം എന്നുള്ള രീതിയിൽ ഭാഷയിലുള്ള ചെറിയ ചില പോരായ്മകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് വായനാനുഭവത്തെ ബാധിക്കാത്ത രീതിയിൽ അത്രയ്ക്കും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് വരുന്നത്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിവെഞ്ച് ത്രില്ലർ എന്നൊക്കെ പറയാൻ പറ്റുന്ന പുസ്തകമാണ്. 2 കാലഘട്ടങ്ങളിലായി 2 സ്ഥലങ്ങളിൽ നടക്കുന്ന 2 കൊലപാതകങ്ങൾ, ആ 2 കൊലപാതകങ്ങളെ കുറിച്ചും ഉണ്ടാകുന്ന അന്വേഷണങ്ങൾ പാരലായിട്ട് പോകുന്ന ഈ 2 കഥകളാണ് ഹനനം എന്ന പുസ്തകത്തിന്റെ ഇതിവൃത്തം. എനിക്ക് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട പുസ്തകമാണ് ഹനനം. 2 കാലങ്ങളിൽ 2 ദേശങ്ങളിൽ നടക്കുന്ന കൊലപാതകങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ ഭാഷാ ശൈലിയിലും വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എഴുത്തുകാരന് കഴിയുന്നുണ്ട്. അത് പുസ്തകത്തിന്റെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അതുപോലെ ഈ പുസ്തകം ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ എൻഗേജിംഗ് എന്ന് മാത്രമല്ല, ശരിക്കും ഇൻഫോർമേറ്റീവ് കൂടെയാണ്. ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത്, എന്നാൽ ഒരു കാലത്ത് അത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാതിരുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ഭീകരതയെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ വിശദമായി പറഞ്ഞിരുന്ന ഒരു പുസ്തകം കൂടിയാണ്. അടുത്ത പുസ്തകം പ്രതിക്രിയ 2.0. ഇതിലും പാരലൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തേത് യുവ തിരക്കഥാകൃത്തായിട്ടുള്ള അജയൻ തന്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതുന്നതും അദ്ദേഹത്തിന്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. മറ്റൊരു സൈഡില് പ്രശസ്ത ബിസിനസ്സുകാരനും രാഷ്ട്രീയ നേതാവും ഒക്കെ ആയിട്ടുള്ള ജയപ്രകാശ് അയാളുടെ ഭാര്യയുടെ കൊലപാതകത്തെ തുടർന്ന് അറസ്റ്റിലാവുന്നതാണ് കാണുന്നത്. കഥാന്ത്യത്തിൽ ഈ 2 പ്ലോട്ടുകളും തമ്മിൽ കണക്റ്റഡ് ആവുകയും
പിന്നെ ഒരു പുതിയ റെവലേഷൻ അതിൽ ഉടലെടുക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു നോവലാണ്. അവസാനത്തെ പുസ്തകം അദ്ദേഹത്തിന്റെ പ്രീമ ഫൈസി എന്ന് പറയുന്ന പുസ്തകമാണ്. ഇതും വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഒരു റിവെഞ്ച് ത്രില്ലറാണ്. സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്ന ഡോക്ടർ അവിനാശും അദ്ദേഹത്തിന്റെ ഭാര്യ കൃതിക, അവരുടെ മകൾ, ഇവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. ഒരു ദിവസം അവിനാശ് ഭാര്യയെ കുറിച്ച് മനസ്സിലാക്കുന്ന ചില സത്യങ്ങൾ എന്നേക്കുമായിട്ട് അവരുടെ കുടുംബജീവിതം തകർക്കുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് പുസ്തകത്തിന്റെ ഇതിവൃത്തം. വളരെ ഉദ്വേഗജനകമായ നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു പുസ്തകമാണ്. ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ അഗോചരം എന്ന് പറയുന്ന പുസ്തകമാണ്. ഇത് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒന്നും പറയാറായിട്ടില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ വർഷം ഞാൻ വായിച്ച ത്രില്ലർ പുസ്തകങ്ങൾ. മിക്കവാറും എല്ലാ പുസ്തകങ്ങളും തന്നെ ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു. ത്രില്ലർ എന്നുള്ളതിനകത്ത് തന്നെ പല ജോണറിൽ വരുന്ന പുസ്തകങ്ങളായിരുന്നു. പക്ക ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലോട്ടുകളായിരുന്നു പുസ്തകങ്ങളിൽ വരുന്നത്. എൻഗേജിംഗ് ആയിരുന്നു, ത്രില്ലിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന്, അതായത് ത്രില്ലേഴ്സിൽ നിന്ന് മാത്രമല്ല, ഞാൻ വായിച്ച എല്ലാ പുസ്തകങ്ങളിൽ നിന്നും, ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അഗോചരം ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളിൽ നിന്ന് എനിക്ക് വളരെയധികം മികച്ചത് എന്ന് തോന്നി. ഓരോ ജോണറിൽ നിന്നും എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് ഫീൽ ചെയ്ത പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതായിരിക്കും അടുത്ത വീഡിയോയിൽ പറയുക. അപ്പോൾ ഇതിൽ നിങ്ങൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. താങ്ക്